ദശമൊന്നുമില്ലല്ലോ. എന്താണ് മോനെ നിങ്ങൾ നാട്ടിലെ ചൂട്? സഹിക്കാൻ കഴിയില്ല. അതാണ് മാനവും മണ്ണും കൈമോശം വരാതെ കണ്ടാണത്തോടെ പൊരുതി നീങ്ങാൻ. നമ്മൾ ഈ നാട്ടിലെ സമരം തീരൂല ഡ്രൈവറെ. ഇത് സമരമല്ല, സാക്ഷരജാത നമ്മുടെ നാട്ടിലും വരുന്നുണ്ട്. എന്താ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ ടീച്ചറുകൾക്ക് എന്ത് പറഞ്ഞാലും പുറത്താണ്. മാനവും മണ്ണും കൈമോശം വരാതെ കണ്ടാണത്തോടെ പൊരുതി നീങ്ങാൻ. നേരുള്ള വീറുള്ള ഒരായുധമാണല്ലോ ചോര പൊടിക്കുന്ന അക്ഷരങ്ങൾ. നേരുള്ള വീറുള്ള ഒരായുധമാണല്ലോ ചോര പൊടിക്കുന്ന അക്ഷരങ്ങൾ. മാനവും മണ്ണും കൈമോശം വരാതെ കണ്ടാണത്തോടെ പൊരുതി നീങ്ങാൻ. നേരുള്ള വീറുള്ള ഒരായുധമാണല്ലോ. കുവൈറ്റ് പോയാലും നമ്മളെ കേരളം തന്നെയാ. ചില കാര്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയാൽ അതെ വിടുന്നോ. ഇതിന്റെ ആളിനെ കണ്ട് അന്ന് മുട്ടേ വിട്ടുള്ളൂ. നേരുള്ള വീറുള്ള ഒരായുധമാണല്ലോ ചോര പൊടിക്കുന്ന അക്ഷരങ്ങൾ. ഹൗ ബ്യൂട്ടിഫുൾ കേരള. അല്ല ബഷീറേ, ഇതിപ്പോ ഇവിടെയാണ്? അല്ല, നിങ്ങളെ കുവൈറ്റിൽ നിന്ന് വിട്ടാ? കുവൈറ്റിന് വിടാൻ തന്നെ നമ്മൾ കുവൈറ്റിൽ ജയിലില്ല. കുവൈറ്റിന് വിടാന് കള്ള സൂറേ, അനക്കൊരു ബാട്ടുണ്ടല്ലടാ. ആ സാധാരണ നാട്ടിൽ വന്നാല് നമ്മൾ കോഴിക്കോടിനാണ് തുണിക്കല് കേട്ടാ. അമ്മാര് തുണി ഒന്നിക്കാൻ എന്റെ ഹയാത്ത് കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങോട്ടൊക്കെ അതൊക്കെ ജുബ്ബ അടിക്കാറ്. ജുബ്ബ ഇത് പെണ്ണുങ്ങൾ പറഞ്ഞല്ലേ? കൺട്രി ആനക്കത് കുന്തറിയടോ. നല്ലോണം തുണിക്കോ. എന്നാ നമ്മൾ ഇനി എനിക്ക് ഓർഡർ വരും. അളപ്പെടുത്തോ. എന്താണ് ചങ്ങായി അറബിയുടെ കുപ്പായോ? ജുബൊക്കെ കൊടുക്കണോ? അത്ര ഇതുവരെ. ആ മതി മതി. 31. കുവൈറ്റിൽ 44 പണ്ടാരടക്കം ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി 31. എന്താ കഴിച്ചിട്ട് മുറിക്കണി മര്യാദ കൊടുക്ക്. എന്റെ ഉമ്മ ഈ പണ്ടാരത്താളെ മയ്യത്തായില്ലേ കൊഴുപ്പ്. ഈ പന്നി ഇന്നെ പറ്റി എന്റെ പറഞ്ഞല്ല. അതെ എന്നിട്ട് ഞമ്മള് പോട്ടെ. ഞമ്മള് മറ്റന്നാൾ വരാം കേട്ടാ. ഓന്റെ ഒരു പത്രാസ് നമ്മള് വരട്ടെ. നമ്മൾ വരച്ചാ പത്രത്തൊക്കെ നമുക്ക് അത് മൂത്താപ്പ ന്യൂസ് കേട്ട ബൈക്ക് നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മളെ നിസാൻ കാറിൽ കയറ്റി ഫുൾ സ്പീഡിൽ ഓട്ടിച്ച് വരണം. റോട്ടിൽ കൂടെ പീരങ്കികളും ടാങ്കുകളും അങ്ങനെ 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 കീറി വരണം. മഴ പെയ്യും പോലെ എന്റെ മുത്ത് നേരെ ബോംബ് ഇങ്ങനെ വീഴാണ്. ഇടത്തുനിന്നും പല ബെൽപ്പത്തിൽ അതൊക്കെ വെട്ടിച്ച് നമ്മൾ സൗദിന്റെ ബോംബിലെത്തി. അതാണ് നമ്മളെ നേരെ എതിരൊരു ടാങ്കർ ഇഷ്ടം പറഞ്ഞു നമ്മൾ ബ്രേക്ക് കാരണം കേട്ടോ കൊട്ടാളി ടാങ്കറിന്റെ അവിടുന്നു ഒരാളും ഇങ്ങോട്ട് വന്നു. പറയാൻ വയ്യ മൊയ്തൊക്കെ രോമ എണീച്ച് നിൽക്കണ്. ആരെന്ന് പറഞ്ഞാല് ഒരു 7 അടി ഉയരുണ്ടാവും. കയ്യും കാലൊക്കെ ഈ പണ്ണോ പപ്പടം മേശി തോക്കും പിടിച്ച് ആരാണെന്ന് ചോദിക്കുന്നായേ. ആരാണ് നിങ്ങൾ പറയും? സദ്ദാം ഹുസൈൻ. അതാണ് എന്റെ ഗുരുവായൂരപ്പാ. നമ്മളോട് ചോദിക്കാണ് വേർ ആർ ഗോയിങ്. തിരിച്ചെന്ത് പറഞ്ഞു? നമ്മളപ്പത്തിന്റെ പാസ്പോർട്ട് എടുത്ത് കാണിച്ചു കൊടുത്ത്. അപ്പൊ സദ്ദാം ചോദിക്കാണ് യു ഇന്ത്യൻ കൺട്രി. അപ്പൊ നമ്മൾ പറഞ്ഞു ഗോ. മമ്പറത്തെ തങ്ങളി മനസ്സിൽ വിചാരിച്ചൊരൊറ്റ വിടല് വിട്ട്. മീനിപ്പം വില വളരെ കുറവാണല്ലേ? കുറവായാലും കൂടുതലായാലും
കണക്ക് അസീസിന്റെ പോവും. അല്ല അലിവേ, എന്തേ നീ ഇപ്പൊ കൊറേ തോനെ കായൊക്കെ ഉണ്ടാക്കിയല്ലോ. ഉണ്ടാക്കി? അതിനൊക്കെ എന്റെ കെട്ടികൾക്കും ആ കുട്ടികൾക്കും കൊറേ കായ് കൊടുത്തു വിടറോ. കിഴക്കാട് പോയി ചാരാൻ പറയേ. പെണ്ടി തരാ ഈ പറയണു ചെയ്യണു. അല്ല മനസ്സിലായില്ല, എന്ത് തെണ്ടിത്തരോ? ഓക്കെപ്പോഴും പണ്ടാരടങ്ങുന്ന സോക്കേടാണ്, ജാക്കലാണ്. ചാവും പകലും പട്ടി ചെന്നിക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെടുക്കുക. അതിനാണ് ഡോക്ടർമാരെ കാണിക്കേണ്ടത്. ഡോക്ടറെ കാണിക്കുന്ന നേരം കൂടെ ഞമ്മക്ക് വേറെ പെണ്ണിട്ട് കൂടെ? നമ്മൾ കാണല്ലേ, നമ്മൾ വേറെ നിക്കാതിരിക്കാൻ പോവുക. ആലോചന വല്ലതും ഉണ്ടോ? ചെറുതായിട്ട് നമ്മൾ ഹൈദ്രോസ്കാന്റെ മോള് ആമിനായാലെന്താന്നൊരു തോന്നലുണ്ട്. എടാ മഹാഭാവി, നിന്റെ മോളുടെ പ്രായമല്ലേ ഉള്ളൂ അവൾക്ക്. അതിനെന്താ, നിങ്ങളെ പോലെയാണ് ഞമ്മള്. പ്രായോ ശരീരത്തിനല്ല മനസ്സിനാ, അല്ലേ? ഒരു 18 മനസ്സപ്പൊ നീ ഞമ്മക്ക് ഇത്തിരി നീങ്ങിയിരുന്നു. അതിന് മൂര് സമ്മതിച്ചിട്ട് വേണ്ടേ? സമ്മതിക്കോ? നായരെ ഞമ്മളെ കണ്ട സമ്മതിക്കാതെ ഇരിക്കോ? ഒന്ന് പറഞ്ഞു പിടിച്ചേ. ഇപ്പം പൂതി പറയണല്ലേ. ഇനിയിപ്പം മൂരി സമ്മതിച്ചാലും ആ പൈങ്കിളി പോലത്തെ പെണ്ണിനെ ഇവന് പിടിച്ചു കൊടുക്കാൻ പാത്തുമ്മ സമ്മതിക്കൂല. അല്ലോ, ഈ കുഞ്ഞലിവിനെ കെട്ടണമെന്ന് പറഞ്ഞിട്ടേ പെണ്ണുങ്ങളെ ക്യൂ നോക്കൂ. അറിയാം, ഒന്ന് അങ്ങോട്ട് മാറി, നമ്മളൊന്നും അങ്ങോട്ട് പോട്ടെ. നിങ്ങളെയും വിളിക്കണേ നിൽക്കാന്. നെയ്ച്ചോറും ബിരിയാണി വന്ന് ആക്കിക്കൊള്ളേ കേട്ടാ. അന്യം വിളിക്കട്ടെ കേട്ടോ മാനെ. പോട്ടെ. കല്ലുകളി സ്കൂൾ വരാണ്ട് ഇവിടെ കളിക്കാനായിട്ട്. ഇപ്പൊ മണി എത്രയായി ടീച്ചറെ? ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ്. കുട്ടികൾക്ക് മാതൃ കാണിക്കേണ്ട ടീച്ചർ എങ്ങനെയാ? നോ, ഒരു ഗവൺമെന്റ് LP സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ ക്ഷമയ്ക്കൊരു അതിരുണ്ട്. ഈ നാശം പിടിച്ച സ്ഥലത്തേക്ക് ബസ് കിട്ടണ്ടേ? ഞാൻ എന്താ ചെയ്യും മാഷേ? പിന്നെ മാഷുള്ളോണ്ട് എന്നാ കുഞ്ഞാൻ ടീച്ചറിന് ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. എന്ത് പുസ്തക ടീച്ചറുടെ കയ്യിലുള്ളത്? ഇത് മനോരമയാ. മനോരമയാണല്ലേ? മനോരമ വായിക്കാൻ എന്ത് സുഖാന്നറിയോ? എന്താ മാഷേ, കുഞ്ഞാനി ടീച്ചറുമായിട്ട് ഒരു കിന്നാരം? ആര്? ഞാനോ? അതിനിത്തിരി പുളിക്കും. എനിക്ക് മാഷെ അറിഞ്ഞൂടെ? ടീച്ചറുടെ നുണക്കുഴി ഒന്ന് കിട്ടിക്കണേ. മിണ്ടായിരിക്കടാ. നിനക്കൊക്കെ പോയി വല്ല കന്നല്ലേ മേച്ചൂറ. പഠിക്കാൻ വന്നാ പഠിക്കണം. ഇതെന്താ ചന്തപ്പരയാ? എന്റെ അടുത്ത് വിളവെടുക്കണ്ടോ? എന്താ ഇവിടെ എന്താ? മാഷെ ഇവന് പഠിക്കണമെന്നില്ലാന്ന്. നിനക്ക് പിന്നെ എന്താ വേണ്ടേ? ഇവനാ പറഞ്ഞ മാഷെ. എന്താ പറഞ്ഞു? പഠിപ്പിക്കാൻ വരുന്നതും പഠിപ്പിച്ചാ മതിന്ന്. ഒറ്റ വീക്ക് വെച്ചേട്ടോ. കേരള പിഞ്ഞില് രണ്ടാൾ കയറ. എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ അല്ലേ? ടീച്ചറെ പദ്യല്ലേ? അല്ല, ഇനി കേട്ടെഴുത്താ. അപ്പൊ കേട്ടെഴുത്ത് തുടങ്ങാം. എല്ലാവരും പുസ്തകമൊക്കെ എടുത്തേ. കേട്ടെഴുത്താണ് കേട്ടെഴുത്തേ. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി നിൽക്ക്. കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. കാത്തിരിക്കുന്നേ. ക്ഷമിക്കണം. അച്ഛനുണ്ടോ? അച്ഛനുണ്ടോ? കിടപ്പിലാണ്. സമാധാനായി. അമ്മയുണ്ടോന്ന്? കുഴപ്പമില്ല. പട്ടിയുണ്ടോ? മാഷേ ഏത് പാടത്തിലെയാ? നീ മലയാളം പഠിച്ചതല്ലേ? എഴുതടാ. പട്ടി ഉണ്ടോ? കെട്ടിയിടാം. ഇന്ന് വരാം. തല്ലുകൊള്ളും. എന്തെന്ന്? ആരാടാ കുവിയത്? അബ്ദുവാ മാഷേ. എല്ലാവരും നിന്നെ ഞാൻ തല്ലണില്ല. മൂത്തോരെ തല്ലി നരകത്തിൽ പോയി ഞാൻ തയ്യാറല്ല.
നീ ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങട്ടാ ചിട്ടുങ്ങ എടാ ചവി ആടിന്റെ പീ അത്രയല്ലേ ഉള്ളൂ നീ ഇങ്ങോട്ട് വന്നേ നീയൊക്കെ ഈ ക്ലാസ്സിൽ ഇരുന്നാലേ ബാക്കിയുള്ള കുട്ടികളും കൂടി ചീത്തയാവുള്ളൂ നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ കുറെ കാലായില്ലടാ വന്ന് നിരങ്ങണേ എന്താ മൊയ്തുക്ക മോന്റെ ഒരു കത്ത് വന്നിരിക്കുന്നു വൈകുന്നേരം വരെ ഇതും കൈ പിടിച്ച് കുത്തിരിക്കാൻ നമുക്ക് ക്ഷമയില്ല മാഷെ ഇതാ പ്രിയപ്പെട്ട ഉപ്പ അറിയാൻ റഹീം എഴുതുന്നത് അള്ളാഹുവിന്റെ കൃപയാൽ എനിക്ക് സുഖം തന്നെ അവിടെയും അങ്ങനെയെന്ന് പടച്ചവനിൽ വിശ്വസിക്കുന്നു ഉപ്പ പറഞ്ഞ തുക 1 മാസത്തിനകം അയക്കാം പീഡിയയുടെ പണി തുടങ്ങിക്കോളൂ അബ്ദു നന്നായി പഠിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം അവനെ നന്നായി പഠിപ്പിക്കണമെന്നുണ്ട് മാഷോട് ശ്രദ്ധിക്കാൻ പറയണം എന്ന് സ്വന്തം മകൻ റഹീം ഇനി ധൈര്യമായിട്ട് നമുക്ക് ആ പീഡന്റെ പണി അങ്ങോട്ട് മുയിപ്പിക്കാലാ ഓന്റെ കായ് വരുമല്ലോ അത് നന്നായി പഠിക്കണില്ല അബ്ദു ബമ്പനോ ഓന്റെ ബാപ്പാക്ക് ഒറ്റ വിചാരേ ഉള്ളൂ ഓനെ പഠിപ്പിച്ച് വലിയ ആളാക്കണം എന്റെ കർത്താവേ എന്താ മാഷെ ഒരു ചെറിയ മിന്നല പോയി പോയി പോയോ? പോയി പോയി അടുത്ത പ്രാവശ്യം എന്റെ ബാപ്പ വരുമ്പോ മാഷക്കൊരു മുന്തിയ ടേപ്പ് റെക്കോർഡ് കൊണ്ടുവരാൻ ഞമ്മള് പറയാം എന്തേ എന്തിനടാ കുട്ട ഇവിടെ വന്ന് നിക്കണേ നീ ക്ലാസ്സിലേക്ക് പോടാ ഇങ്ങനെ ഒരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല കുന്നത്തങ്ങാടിയിലെ പ്രബുദ്ധരായ നിങ്ങളുടെ ചിരകാല സ്വപ്നമിത പൂവണിയാൻ പോവുകയാണ് ആധുനികതയുടെ പരിവേഷവും ആഡംബരത്തിന്റെ പ്രൗഢിയും ആഗോള സംസ്കാരത്തിന്റെ വർണ്ണപ്പൊലിമയും ഒത്തിണങ്ങിയ ഒരു മഹത് സംരംഭം ഇതാ കുന്നത്തങ്ങാടിയിലെ ബാലിക ബാലന്മാർക്ക് വേണ്ടി യുവതി യുവാക്കൾക്ക് വേണ്ടി വൃദ്ധന്മാർക്ക് വേണ്ടി ഞങ്ങളിത ആരംഭിക്കുന്നു ടേപ്പ് ടോപ്പ് ടൈലേഴ്സ് കുന്നത്തങ്ങാടി പ്രൊപ്പറേറ്റർ അബ്ദുൽ ആസീസ് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ ഞമ്മള് പീഡല തുടങ്ങണേ കൊണ്ടോട്ടിക്കാരനാ ഞമ്മൾ പോട്ടെ മാഷെ ശരി ശരി ഏവരുടെയും മഹനീയ സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊള്ളുന്നു എന്താണ്ടാ നോക്കണേ എന്നാ അവിടെ നിങ്ങൾ എന്ത് കുന്താണി കാണിക്കണേ കുറച്ചുകൂടി മേലോട്ട് കയറ്റി അങ്ങാടി വേപ്പോട്ട് അങ്ങോട്ട് മാറില്ല കൊല്ല ആളെ അത് കൊള്ളാം ഉറുപ്പിയ കണക്ക് പറഞ്ഞ് കൃത്യമായിട്ട് വാങ്ങണം ഒന്നാം തീയതി കുറെ ലക്ഷ്യം വേണം ഇല്ലെങ്കിൽ നമ്മളിവിടെ തെരഞ്ഞു വരും തിരഞ്ഞിക്കടാ വേണ്ട നിങ്ങൾ വരണ്ട പോത്തുപോലെ കിടന്ന് ഉറങ്ങണ്ട കായുണ്ടാക്കാനെ കൊണ്ടോട്ടിന്ന് കുന്നത്തങ്ങാടിക്ക് തൊളിച്ചത് അന്നന്ന് കിട്ടുന്നത് അന്നന്ന് തുണിക്കോളി ഒരു 30 ചായ മതിയാവുമല്ലോ അല്ലേ മതി കുട്ടികൾക്കൊന്നും വേണ്ട മൈക്കിക്കൊണ്ട് ക്ഷണിച്ചു വരുത്തിയതല്ലേ ഒരു ചായയെങ്കിലും കൊടുത്തില്ലെങ്കിൽ വേണ്ട 3 ചായ മതി കസേരയിൽ ഇരിക്കുന്നവർക്ക് ഒന്നിലോ വേണ്ട പഞ്ചാര രാത്രി നേരത്ത് വാതിലുകൾക്ക് പറയാം ഒരാളുകൂടെ ആരാ കേൾക്കോ പക്ഷെ തുണി മാറ്റാൻ മാഷ് അസീസ നമ്മുടെ കുട്ടിയാ ധൈര്യമായിട്ടിരിക്കാം അസീസ നീ പേടിക്കണ്ട ഒരു ഗ്ലാസും കൂടെ കൊടുത്തു ഏയ് ഞാനിത് കഴിക്കില്ല നിർബന്ധിക്കണ്ട 3 ആൾക്ക് തികയില്ല ഇയാളെന്തിട്ട് ഈ കുഞ്ഞിങ്ങിച്ച് കളിക്കണം പണ്ടാറ് നിൽക്കണ്ടും അതൊക്കെ പിന്നെ ഒന്ന് മുട്ടി വേണ്ട 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 കുഞ്ഞാണി ടീച്ചറുടെ ബ്ലൗസ് ഉണ്ടാകുന്നുണ്ടല്ലേ അത് തയ്ച്ചാ ഇല്ല അതിന്റെ തുണി എങ്ങനെയുണ്ട് വളരെ നൈസാ മാഷ് വാങ്ങിച്ചു കൊടുത്ത തുണിയാ അതിന്റെ കാശും മാഷ് തന്നെ എന്നോളൂ കേട്ടോ മാഷ് ഇങ്ങനെ എത്ര കാലം നോക്കിയും കണ്ണു കാണിച്ചും ഇങ്ങനെ കഴിയും ധൈര്യമായിട്ട് അങ്ങോട്ട് ചോദിക്കണം കെട്ടാൻ പറ്റുമെന്ന് കെട്ടിയ ഇതിന്റെ പുതുമ പോയില്ലേ ഇതാ അതിന്റെ ഒരു രസം അല്ലേ നിനക്കൊരു പെണ്ണ് കെട്ടണ്ടേ കെട്ടണം ഉമ്മ എപ്പോഴും പറയും നിക്കാതിന്റെ കാര്യം ബാപ്പയെ പേടിച്ച് പെണ്ണ് കെട്ടാതിരുന്നാൽ പിന്നെ ദുഃഖിക്കേണ്ടി വരും ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട നോക്കണം ഇവന് പറ്റിയതാരാ പക്ഷേ ആ കാട്ടുമാക്ക മമ്മതിന്റെ മോളായാലോ അത് വേണ്ട അത് വേണ്ട അതെന്താ? അവളെ ഇടയ്ക്കിടയ്ക്ക് കോയമ്പത്തൂർ പോയിട്ട് വരുന്നു നമ്മുടെ അയ്മൂട്ടിയുടെ മോള് നബീസോ അവളുടെ കല്യാണം കഴിഞ്ഞാലേ ആചാര്യ ഓ നമ്മുടെ പരീതിന്റെ മകള് സൈനബ ആയാലെന്താ അവളുടെ നിക്കാതല്ലേ അടുത്ത ആഴ്ച ഹൈദ്രോസിക്കാന്റെ മോള് ആമിനെ എങ്ങനെ എന്റെ അസീസ് നീ ആള് കൊള്ളാലോടാ എന്റെ അയലൊക്കെ നല്ല കുട്ടിയാ നീ കണ്ടിട്ടില്ലല്ലോ നിനക്ക് നല്ല ചേർച്ചയായിരിക്കും കാണണോ എങ്കിൽ എന്റെ വീട്ടിലേക്ക് വന്നാ മതി ഞാൻ കാട്ടിത്തരാം ഉള്ള വാപ്പ മൂര ഹൈദ്രോസ്
എന്റെ അസീസെ ആണ് ദേ കൈകൊണ്ടൊന്നും ഞൊടിച്ചാൽ പാതാളത്തിന് അടിയിലിരിക്കുന്ന പെണ്ണാണെങ്കിലും പുറത്തു വരും. നീ കേട്ടിട്ടുണ്ടോ? ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെപ്പോലെ മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാൾ. ശ്രീരാമൻ വില്ലൊടിച്ചപ്പോ ഇടിവെട്ടിന്റെ ശബ്ദം കേട്ട പാമ്പുകളെ പോലെ രാജാക്കന്മാർ ഒന്ന് നടുങ്ങി. പക്ഷേ കുഞ്ഞാനി അല്ല സീത മയിൽപേട പോലെ നൃത്തം ചെയ്തു. വിളിക്കണത് ആണായിരിക്കണം. ഹൈദ്രോസിന്റെ മോളല്ല, അവളുടെ ഉമ്മൂമ്മ വരെ ഇറങ്ങി വരും. എടാ അസീസെ, നീ ഒരാണല്ലേ അല്ലേ? അയ്യോ അസീസെ, നീ ആണല്ലേ? കെട്ടണോ നിനക്ക് ആമീനെ? ഉണ്ടോ നിന്റെ അടുത്ത് വില്ലു വല്ലതും? ഉണ്ടെങ്കിൽ എടുത്ത് കൊലക്കടാ. എന്തേ ശരിയല്ലേ? ഇതിലുണ്ടായിരുന്ന സാധനം എവിടെ? താൻ ഓവറാവണ്ടെന്ന് കരുതി ഞാനെടുത്ത് കുടിച്ചു. തനിക്കെന്താണ് അവരുടെ പെരട്ട നഗരെ? കുടിച്ചാ മതിയാക്കും കഷണ്ടി. നാടയില്ലെങ്കിലും പൊൻകുടമിന്ന് പൊന്നിൻ കുടം.